സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ആപ്ലിക്കോക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കളറിൽ പേസ്റ്റൽ കളർ പാരറ്റിലാണ് എല്ലാ സാരീസും. ഫസ്റ്റ് വൺ നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബേബി പിങ്കിൽ സെൽഫ് കളർ തന്നെയായിരിക്കും. ആ ഒരു ആപ്ലിക്കോക്കിന്റെ മോട്ടീവ്സ് ഫുൾ ബോഡിയിലും വരുന്നുണ്ട്. ഫ്ലോറൽ ആപ്ലിക്കോക്കിന്റെ നല്ലൊരു എംബ്രോയിഡറി വർക്കും സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ വരുന്നത്. പല്ല് വരുമ്പോൾ ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും. ക്ലോസറിൽ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഈ ഒരു സ്റ്റൈലിൽ വരുന്നത്. മള്ളറിൽ കാണിക്കാം സാരി. ഇതായിരിക്കും സിൽക്കി കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതൊരു ചെക്ക് പാറ്റേണിലുള്ള ഒരു ചെക്ക് വീവിലായിരിക്കും ബോഡി വരുന്നത്. അതിൽ ഈ ഒരു ആപ്ലിക്കോക്ക് വന്നിട്ട് ബോർഡർ വരുന്നത് സ്കാലപ്പിലായിരിക്കും. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസിൽ ആപ്ലിക്കോക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. എൻറ്റയർ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഡബിൾ സൈഡിലും ആ സ്കാലപ്പിൽ തന്നെ ബോർഡറും ആ സ്കാലപ്പിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. മുന്താണി ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. സാരിയുടെ ഫാബ്രിക് സൂപ്പർ നെറ്റ് കോട്ട. ബ്ലൗസ് വരുന്നത് ചന്തേരിയിലാണ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെയാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഡബിൾ സൈഡിലും സ്കാലപ്പ് ബോർഡർ. ആപ്ലിക്കോക്കിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഷോർട്ട് പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം അതേ പാറ്റേൺ സ്കാലപ്പ് ബോർഡർ. പല്ലു വരുമ്പോൾ ഇതായിരിക്കും ആപ്ലിക്കോക്ക് വരിക. ചന്തേരിയിലാണ് പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്കും എല്ലാം സെയിം പാറ്റേൺ തന്നെ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേൾ ക്രീമിലും സ്കാലപ്പിൽ തന്നെ ബോർഡർ. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആപ്ലിക്കോക്കിന്റെ സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ വരുന്നത്. ആപ്ലിക്കോക്കിന്റെ പാറ്റേണും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലൈലാക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. മുന്താണി പ്ലെയിൻ ബ്ലൗസ്. സെയിം കളർ വരുന്നത് ബേബി പിങ്ക്, പേസ്റ്റൽ ബേബി പിങ്ക് ആണ്. ആ ഒരു ആപ്ലിക്കോക്കിന്റെ പാറ്റേണും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. ബേബി പിങ്കിൽ ബേബി പിങ്ക് ടോണിൽ തന്നെ ആയിരിക്കും ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ബോർഡർ സ്കാലപ്പ് ഫിനിഷിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഇതാണ് ബോർഡർ വരുന്നത്. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ആ ഒരു എംബ്രോയിഡറി വർക്കിൽ ആപ്ലിക്കോക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ആ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ഫാബ്രിക് ആണെങ്കിലും കളർ ആണെങ്കിലും എല്ലാം സെയിം തന്നെ. ഇതായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തിരിക്കുകയാണ്. ഇത് മുന്താണി വരും. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലെ മോട്ടീവ്സ് വന്നിട്ട് ഡബിൾ സൈഡിലും സ്കാലപ്പിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. അതൊരു ചന്തേരിയിലായിരിക്കും. സാരിയുടെ ഫാബ്രിക് സൂപ്പർ നെറ്റ് കോട്ട. പിസ്ത ഗ്രീൻ തന്നെ കളർ വരുന്നത്. ആ ഇതിന് മുൻപ് കാണിച്ച ബേബി പിങ്കിന് തന്നെ കളർ ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കോക്കിന്റെ പാറ്റേണും അതേ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആപ്ലിക്കോക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ്. പേസ്റ്റൽ പീച്ച് ആണ് അടുത്ത കളർ. സെയിം സ്റ്റൈലിൽ തന്നെ. ആപ്ലിക്കോക്ക് എല്ലാം സെയിം പാറ്റേൺ. അതേ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. പേൾ ക്രീമിലും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഒരു ആപ്ലിക്കോക്ക് വിത്ത് റണ്ണിങ് പല്ലു പ്ലെയിൻ ബ്ലൗസ്. സെയിം വർക്ക് തന്നെ. അടുത്ത കളർ വരുന്നത് ലാവൻഡർ. ഒരു ലൈലാക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ്. അതേ പാറ്റേണിലായിരിക്കും ആപ്ലിക്കോക്കും എംബ്രോയിഡറി വർക്കും വരും. നെക്സ്റ്റ് കളർ വീണ്ടും പേസ്റ്റൽ ബേബി പിങ്ക് ആണ്. ആ ഒരു എംബ്രോയിഡറി വർക്കും ആപ്ലിക്കോക്കും മാറിയിട്ടുണ്ട്. ചേഞ്ച് വന്നിട്ടുണ്ട് ഡിസൈനിൽ. ക്ലോസിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും. ആ ഒരു ഇതാണ് വൺ ലെയറിൽ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ബോർഡർ. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ്. വളരെ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. എല്ലാം ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ഡിസൈൻസിന്റെ ആ ഒരു പെറ്റൽസിന്റെ പാറ്റേണിലും എല്ലാം ചെറിയൊരു വേരിയേഷൻസ് വരുന്നുള്ളൂ. ഇത് തേർഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബേബി പിങ്കിൽ തന്നെ അതേ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സൂപ്പർ നെറ്റ് കോട്ട കളക്ഷൻസ് ആണ്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്കൊരു ചെറിയ ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാം. നല്ല പാറ്റേണിലാണ് ഒരു ആപ്ലിക്കോക്ക് വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിലുമാണ് വർക്ക് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷന്, കാരണം എല്ലാം പേസ്റ്റൽ കളേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പേൾ ക്രീം വരുന്നുണ്ട്, ബേബി പിങ്ക് വരുന്നുണ്ട്. അപ്പം ബാപ്റ്റിസംകാർക്കും നല്ലൊരു ഓപ്ഷനാണ് സാരി. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഇത് വരുന്നത് പിസ്ത ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ. ആ ഒരു എംബ്രോയിഡറി വർക്ക് സെയിം തന്നെ. ആ ഒരു സ്കാലപ്പ് ഫിനിഷും സെയിം പാറ്റേൺ. ആപ്ലിക്കോക്കിന്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. വിത്ത് റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. സെയിം വർക്ക് തന്നെ. അടുത്ത കളർ പേസ്റ്റൽ പീച്ച് ആണ്. വർക്കും പാറ്റേണും ആപ്ലിക്കോക്ക് എല്ലാം സെയിം തന്നെ. പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ വർക്ക് തന്നെ. അടുത്ത കളർ പേൾ ക്രീം തന്നെ സാരി വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് ലാവൻഡർ. ലൈലാക് ബ്ലെൻഡഡ് ലാവൻഡർ തന്നെ സാരിയുടെ ഷെയ്ഡ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ആപ്ലിക്കോക്ക് വരുന്നത്. വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്.